ओम शांति। प्रभात मुरली 31:5:22। मीठे बच्चे, तुम्हें शुद्ध नशा होना चाहिए कि हम श्रीमत पर अपने ही तन मन धन से घास ഭാരത് ആം സാരി ദുനിയ को स्वर्ग बनाने की सेवा कर रहे हैं. ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ശുദ്ധമായ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ശ്രീമത്തിലൂടെ നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ച് ഈ ലോകത്തെ മുഴുവൻ, വിശേഷമായും ഭാരതത്തെ സ്വർഗമാക്കാനുള്ള സേവനം ചെയ്യും. ബാബ ഇന്ന് പറയുകയാണ്, നമുക്കൊരു ശുദ്ധമായ അഹങ്കാരം ഉണ്ട്. ദേഹാഹങ്കാരം, എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, ഞാൻ അതാണ്, ഞാൻ മറ്റതാണ്, അതെല്ലാം അശുദ്ധമായ അഹങ്കാരം. പക്ഷേ ബാബയുടെ ശ്രീമത്തിലൂടെ, അതായത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം, അതിൽ തെറ്റുപറ്റരുത്. അത് നമ്മൾ വിശ്വസിക്കുന്നു, അതിനുവേണ്ടി നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും സമയവും ഉപയോഗിക്കും. മറ്റുള്ളവരുടെ ധനം അവർക്ക് വിശ്വാസമില്ലാത്ത കാര്യത്തിൽ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ അതിൽ കർമ്മത്തിന്റെ കണക്കുണ്ടാകും. അപ്പൊ നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സേവനം എന്താണ്? ആളുകളെ കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കാനോ അല്ല. ഈ സമസ്ത ലോകത്തിനും, വിശേഷമായും ഏറ്റവും താണുപോയ ഭാരതത്തെ സ്വർഗമാക്കാനുള്ള സേവനം ചെയ്യുകയാണ്. ബാബ പറയാണ്, അതിലൊരു ശുദ്ധമായ ലഹരി അല്ലെങ്കിൽ അഹങ്കാരം വേണം. ശുദ്ധമായ അഹങ്കാരമില്ലെങ്കിൽ നമ്മൾ കർമ്മശേഷി ഉള്ളവരാകും. കഴിഞ്ഞ ഞായറാഴ്ച ബാബ പറഞ്ഞ പോയിന്റ് എന്താണ്? കാര്യശേഷി ഉള്ളവരാകണം കുട്ടികൾ. അപ്പോ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിൽ മാത്രം പോരാ, അത് കർമ്മത്തിലേക്ക് പ്രയോഗിക്കണം. അപ്പൊ ആ കാര്യശേഷി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, നല്ലൊരു ലക്ഷ്യം വെച്ച് നമ്മൾ ഉത്സാഹപൂർവ്വം കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ശുദ്ധ അഹങ്കാരം ആവശ്യമാണ്. ചോദ്യം: തും ബച്ചോ മേ ഭി സബ്സെ അധിക സൗഭാഗ്യശാലി കിസ്കോ കാ? ബാബയുടെ എല്ലാ കുട്ടികളും ഭാഗ്യശാലികളാണ്. അതിൽ തന്നെ ഏറ്റവും അധികം സൗഭാഗ്യശാലികളെന്ന് ആര് പറയും? ഉത്തരം: जो ज्ञानी को अच्छी रीति धारण करते और दूसरों को भी कराते हैं, वे बहुत बहुत സൗഭാഗ്യശാലി. ആരാണോ ജ്ഞാനം നല്ല രീതിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അവര് വളരെ വളരെ സൗഭാഗ്യശാലികളാണ്. അതിന്റെ കാരണം എന്താണ്? ബാബയുടെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ജ്ഞാനം പടർന്നുകൊണ്ടിരിക്കണം. അതൊരു തരം കർമ്മശേഷി തന്നെയാണ്. ജ്ഞാനശക്തി കർമ്മശക്തിയാക്കണം. അപ്പൊ നമുക്കത് മനസ്സിലായി. ഇത് മനസ്സിലാവുന്ന കോടിയിൽ ചിലർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അഹോ സൗഭാഗ്യം, അഹോ സൗഭാഗ്യത്വം ഭാരതവാസി ബച്ചോം കാ ജിനെയും സ്വയം ഭഗവാൻ ബൈഡ്കർ രാജോഗ് സിഗല്ല രഹാഹി. ബ്രഹ്മബാബ പറയാണ്, ഈ ഭാരതവാസികളായ കുട്ടികളുടെ സൗഭാഗ്യം ഭയങ്കരമാണ്. എന്തുകൊണ്ടെന്നാൽ സ്വയം ഭഗവാൻ തന്നെ ഇരുന്ന് രാജയോഗം പഠിപ്പിക്കുക. തും സച്ചേ സച്ചേ മുഖവംശാവലി ബ്രാഹ്മൺ ബനേ. നമ്മൾ സത്യമായ മുഖവംശാവലി ബ്രാഹ്മണരായി. തുമാരാ യഹ് ഝാഡ് ധീരെ ധീരെ ബഡ്താ ജായേഗ. ഈ വൃക്ഷം, ബാബ പറയാണ്, പതുക്കെ പതുക്കെ വലുതാകും. ഘർ ഘർ കോ സ്വർഗ ബനാനെ കി സേവ തുമേ കർ. ഇത് വെറുതെ ഇരുന്നാൽ വലുതാവുകയൊന്നുമില്ല. ഓരോരോ വീടുകളിലും പോയിട്ട് ആ വീടിനെ സ്വർഗമാക്കാനുള്ള സേവനം നമ്മൾ ചെയ്യും. ഈ വീടിനെ സ്വർഗമാക്കാൻ നമ്മൾ കുറെ മാലയോ ചൂലൊന്നും ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവര് ശരിയാക്കിക്കോളും. നമ്മൾ ജ്ഞാനം കൊടുത്താൽ മതി. കേവലം ഒറ്റ ജ്ഞാനം. ആ ജ്ഞാനം എന്താണ്? നിങ്ങൾ ദേഹമാകുന്ന ദേവാലയത്തിലെ മൂർത്തിയാണ്. ആത്മാവ് ദേഹമാകുന്ന ദേവാലയത്തിലെ മൂർത്തിയാണ്. പരമപവിത്രമായ പരംധാമത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കണം. ഈ രണ്ട് കാര്യം മതി. ഈ രണ്ട് കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ മാറ്റം വന്നു. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് വലിയ കഷ്ടപ്പാടാണ് വീടൊക്കെ സ്വർഗമാക്കാൻ. ഒരു കഷ്ടപ്പാടുമില്ല, വളരെ എളുപ്പമുള്ളൊരു കാര്യം. ഓം ശാന്തി. തും ബച്ചേ സമച്ചിത്തേ ഹോ കി ഹം സേന. കുട്ടികൾക്ക് അറിയാം, നമ്മള് ഒരു സൈന്യമാണ്. തും ഹോ സബ്സെ പവർഫുൾ ക്യോങ്കി സർവശക്തിമാൻ കി തും ശിവശക്തി സേന. നമ്മള് ഏറ്റവും ശക്തമായ സൈന്യമാണ്. എന്തുകൊണ്ടെന്നാൽ സർവശക്തിമാനായ ശിവശക്തി സേനയാണ് കുട്ടികൾ. ഇത്തന നശ ചടനാച്ചായി. അപ്പൊ ഈ സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ലഹരിയാണ്. ആൾക്കാർക്ക് യുദ്ധം, സൈന്യം, നമ്മുടെ ആൾക്കാരെ നമുക്ക് അവരെ ഇടിച്ചു വീഴ്ത്തണം എന്നൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ലഹരി വരും. അതിന് ആൾക്കാരെ കൂടുതൽ. അപ്പൊ ഇതൊരു സ്വാത്വികമായ സൈന്യമാണ്. ആ ലഹരി നമുക്കുണ്ടാകും. ബാബ യഹ നശ ചടാത്തെ ഘർമേൻ ജാനേ സെ ഭൂൽ ജാതെ.
ബാബ മുരളി കേൾപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ബാബയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ലഹരി കഴിച്ചു. പക്ഷെ നമ്മൾ വണ്ടി കയറുമ്പോൾ തന്നെ കുറെയൊക്കെ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വെറും സാധാരണക്കാർ. അതോടുകൂടി ലഹരി എത്തും. തും ശിവശക്തി സേന ക്യാ കർ രഹേ? ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ശിവശക്തി സേന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാരി ദുനിയ ജോ രാവൺ കി ജഞ്ചീരോം സെ ബന്ധി ഹുയി ഹെ ഉनको छुड़ा दो. ഈ ലോകം മുഴുവൻ ഇന്ന് രാവണന്റെ ആ ജയിലിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ ലോകത്തെ അതിൽ നിന്ന് മുക്തമാക്കുകയാണ്. ഏത് ശോകവാടികാമേ, ഈ ലോകം ഇന്ന് ശോകവാടികയില്ല. ബൽ എയറോപ്ലെയിൻ में घूमते ही बड़े बड़े मकान है परंतु यह तो सब खत्म होने वाला. അപ്പോൾ ആളുകൾ പറയും നമുക്ക് വിമാനമുണ്ട്, നമുക്ക് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്, കാറൊക്കെ ആയി, സുഖസൗകര്യങ്ങളൊക്കെ ആയി സ്വർഗത്തിലാണ്. അപ്പൊ ബാബ പറയാണ് അതൊക്കെ നശിക്കാൻ പോകാം. ഇൻകോ രുണിക്കെ പാനി മിസൽ രാജ് കഹാ ജാത. ഇതിനെ ബാബ എന്താ വിളിക്കുന്നത്? മൃഗദൃഷ്ടി അല്ലെ, ഒരു ഭ്രമമാണ്. മരുഭൂമിയിലെ ജലമുണ്ടെന്ന് തോന്നും മാനിൽ, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അത് ഓടി 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 അത് മരിച്ചു. അപ്പൊ ഇത് ഒരു മൃഗതൃഷ്ണയുടെ രാജ്യമാണ്. ആളുകൾ ഈ വിമാനത്തിലും അതിനെതിരൊക്കെ ഇങ്ങനെ പറകെ പോകാം. ബാബ പറയാണ് അതിൽ ഓടി ഓടി അവർ മരിച്ചു വീഴും. ബാഹർ സെ ദേഖനെ മേ ബബക ബഹുത് ഹെ അന്തർ പോളുമ്പോൾ ലഗാഹുവാ. ബാഹ്യമായി നോക്കുമ്പോൾ എന്താണ്? ഭയങ്കര ആർഭാടങ്ങളാണ്. നല്ല ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ പറഞ്ഞാൽ എന്താ സൂപ്പർ വീടുകൾ അല്ലെ, ഒരു ബാത്റൂം വരെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ പുറമേ നോക്കുമ്പോൾ വിചാരിക്കും ഒരു സ്വർഗത്തില, ഇതൊരു സുഖമാണ്, പഴയകാലമല്ല. അപ്പൊ ബാബ പറയണത് ഇത് ഉള്ളില് വെറും പോതാണ്, കൊള്ളയാണ്. ദ്രൗപദി കാ മിസാൽ ദേഹി, ദ്രൗപദിയുടെ ഉദാഹരണം പറയാറുണ്ട്. ബാബ കാത്തെ ഹെ കി മേം ജബ് ആയാ ഥാ തോ യഹി സബ് ഥാ ജോ അഭി തും ദേഖ് രഹി. ബാബ പറയാണ് പണ്ട് ഞാൻ വന്നപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കുറച്ചു പേര് വെറും സാധാരണക്കാർ. ആകർഷണം ഇപ്പോഴും നമുക്ക് ഈ പഴയ ലോകത്തിലേക്കാണ്. നമുക്ക് ഒരു വലിയ വീട്, വീട് വേണ്ടാന്നൊന്നും ബാബ പറഞ്ഞിട്ടില്ല, എന്നാലും ആഗ്രഹങ്ങൾ. ഇന്നൊന്ന് വിമാനത്തിൽ കയറി പോയാൽ നമ്മള് ഏറ്റവും വലിയ ആളായി ഒരു ധാരണ. അപ്പൊ ബാബ പറയാണ് ഇതൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഞാൻ വന്നപ്പോൾ ഇതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പാർട്ടീഷൻ ബി അബ് ഹുവ ജോ തും ദേഖ് രഹേ ഹോ ബാക്കി ലഡായി കെ മൈതാൻ ആദി കി തോ ബാത് ഹെ. ഈ ലോകം മുഴുവൻ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ബാബ പറയാണ് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ, ലോകത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഏറി ഏറി വരിക. ഇത് തന്നെയാണ് യുദ്ധമൈതാനം, അല്ലാണ്ട് വേറെ യുദ്ധമൈതാനമൊന്നുമില്ല. ഏത് രഥ് ഹെ ജിസ്മേം ശിവബാബ വിരാജമാൻ ഹോ ബൈഠ്കർ ബച്ചോം കോ ഞാൻ ദേത്തെ. യുദ്ധക്കളത്തിൽ കുതിരത്തേരിൽ ഇരുന്നിട്ടാണ് ജ്ഞാനം കൊടുത്തു. ബാബ പറഞ്ഞു യുദ്ധക്കളം ഈ ഭൂമി തന്നെയാണ്, എല്ലാം പാർട്ടീഷനിലാണ്. അതിലെ രഥം ബ്രഹ്മബാബയുടെ രഥമാണ്, അതില് ശിവബാബ ഇരുന്ന് യോഗം പഠിപ്പിക്കും, ജ്ഞാനം നൽകാം. തും ഭാരതിക്ക് സേവ കർ രഹേ. ഈ ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരത സേവനത്തിന്. ജോ ഭി ത്യോഹാർ ഹെ ഇസ് ഭാരത് മേ മനായെ ജാത്തെ ഹെ വഹ് സബ് അഭി കെ. ബാബ പറയാണ് ഈ പുരാണങ്ങള്, ഈ ഉത്സവങ്ങളെല്ലാം ഈ സമയത്തിന്റെ ആധാരത്തിലാണ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഋഷികൾ പോലും പ്രകീർത്തിച്ച, പുരാണങ്ങൾ എഴുതിയ കാര്യങ്ങളാണ്. തിസരി കി കഥ, ഗീതാ കി കഥ, ശിവപുരാൺ, രാമായൺ ആദി സഭി ഈ സമയക്ക് ലിയെ ബൈഠ് ബനായ. മഹാഭാരതത്തെ കുറിച്ച് ബാബ പറഞ്ഞു യുദ്ധമൈതാനും ആ കുതിരത്തട്ട്. ഇനി മൂന്നാം നേത്രത്തിന്റെ കഥ, ഗീതയുടെ കഥ, ശിവപുരാണം, രാമായണം എല്ലാം ഈ സമയത്തെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സത്യയുഗ ത്രേതാമയം യഹ് ബാത്ത് നഹി ഹെ. സത്യത്രേതായത്തിലെ യുദ്ധമോ ഗീതയോ ഒന്നുമില്ല. ബാദമേ ശാസ്ത്ര ബനാനെ ശുരു കി. ദ്വാപരം മുതലാണ് ഈ പുരാണങ്ങൾ എഴുതിയത്. വേദപുരാണങ്ങൾ എന്തിനാണ്? ദുഃഖ നിവർത്തിക്ക് വേണ്ടി. അപ്പൊ ദുഃഖമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പുസ്തകങ്ങൾ എഴുതേണ്ട കാര്യമില്ല. വഹത്തോ ഫിർബി ബനെങ്കിൽ. ബാബ പറയാണ് അപ്പൊ ഈ പുരാണങ്ങളും അങ്ങ് വളരെ ഭവക്കയായിട്ട് നിൽക്കുകയാണ്, ആൾക്കാർ അതിന്റെ പിറകിലാണ്. അതാണ് ജാട ഭക്തി. ബാബ പറയാണ് ഇത് അന്നും ഉണ്ടായിരുന്നില്ല, അത് ഇനിയും ഉണ്ടാകും. തും ബച്ചോനെ സബ് സമझ लिया. നമ്മള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആകെത്തോ ബിൽക്കുൽ ഘോർ അന്ധ്യാരമേ थे. നമ്മള് ബാബയെ കിട്ടുന്നതിന് മുമ്പ് ഇരുട്ടിലായിരുന്നു. ഈ സമയം കൊയ് ബി സൃഷ്ടിചക്രക്കോ യഥാർത്ഥ രീതി നഹീം ജാനത്തെ. ഈ സമയത്ത് ലോകത്ത് ആർക്കും തന്നെ ഈ സൃഷ്ടിചക്രത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യം യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. അഭിത്വം ബച്ചോംകോ ശുദ്ധ അഹങ്കാർ ഹോനാച്ച. ബാബ പറയാണ് ഇപ്പോൾ നമുക്കൊരു ശുദ്ധ അഹങ്കാരം വേണം. ഈ ശുദ്ധ അഹങ്കാരം ഇല്ലെങ്കിൽ നമ്മൾ ഒരുതരം മണക്കൂസുകളായി മാറും. പൗരുഷം ഉണ്ടാവില്ല. പൗരുഷം ഇല്ലെങ്കിൽ ക്രിയാശക്തി ഉണ്ടാവില്ല. ക്രിയാശക്തി അല്ലെങ്കിൽ കർമ്മശക്തി ഇല്ലെങ്കിൽ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കട്ടെ. അപ്പോൾ ജ്ഞാനശക്തി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇച്ഛാശക്തി കൂടി ചേർത്ത് ക്രിയാശക്തിയാക്കി മാറ്റും. അതിന് നമ്മൾ താനെ നമ്മൾ ഉത്സാഹം കൊടുക്കും. അപ്പൊ ഈ ഉത്സാഹമാണ് ബാബ തരുന്നത്. അവർ അത് വീട്ടിൽ പോകുമ്പോൾ തീർന്നു പോകും.
ആരും ആരും ഉത്സാഹിപ്പിക്കാനൊന്നുമില്ല, പ്രോത്സാഹിപ്പിക്കാനുമില്ല. ലോകത്ത് നോക്കുമ്പോൾ ആൾക്കാരെല്ലാം കുറെ ഭ്രമത്തിന്റെ പേര് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളും കണ്ടമാനം നടക്കാം. അതിനകത്ത് നമ്മൾ ഈ ആത്മപരമാത്മ ജ്ഞാനം പറയാൻ തുടങ്ങിയിട്ട് കാലവും കുറയും. ഇത് പറഞ്ഞു പറഞ്ഞ് പിള്ളേർക്ക് മടുപ്പായിട്ടുണ്ട്. അപ്പൊ ബാബ പറയാണ് കുട്ടികൾ അത് ഒരു അഹങ്കാരത്തിന്റെ കുറവ് കൊണ്ടാണ്. ഈ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ ആള് പറഞ്ഞ കാര്യമാണ് എന്ന ഒരു ലഹരി നമ്മൾ തന്നെത്താൻ കയറ്റിക്കൊണ്ടിരിക്കണം. തും തൻ മൻ ധനസേ ഭാരതിക്ക് സേവ കർഹോ ഘാസ് ഭാരതിക്ക് അം സാരി ദുനിയ. നമ്മള് നമ്മുടെ ശരീരവും മനസ്സും ധനവും ആളുകളിൽ നിന്ന് പിരിച്ച പൈസ കൊണ്ടാണ് ഈ സേവ ഒക്കെ ചെയ്യുന്നത്. ഗവൺമെന്റ് ടാക്സ് പിരിച്ചിട്ടാണ് സ്കൂളുകൾ തുറക്കുന്നു, അത് തുറക്കുന്നു, ഇത് തുറക്കുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഭയങ്കരമായിട്ട് ചെയ്യാം, നാട്ടുകാരുടെ പൈസയാണ്. ബാബ പറയണു നിങ്ങൾ നിങ്ങളുടെ പൈസ കൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ, അല്ല കുറച്ച് ഏരിയയുടെ അല്ല, ലോകത്തിന്റെ മുഴുവൻ വിശേഷമായും ഭാരതത്തിന്റെ സേവ ചെയ്യുകയാണ്. ബാബാക്ക് മദദ് സെ ഹം മുക്തി ജീവൻ മുക്തിക്ക രാസ്ത ബദലാത്തെ. ബാബയുടെ സഹായത്തോടു കൂടി നമ്മൾ ആളുകൾക്ക് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുള്ള വഴി പറയുകയാണ്. തും ശ്രീമത്ത് പർ സേവ കർ രഹേ. ഇത് ബാബയുടെ ശ്രീമത്തായതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യം. കാര്യം ഇത് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണത ഉണ്ടോന്ന്, അല്ലെങ്കിൽ അതിൽ തെറ്റ് പറ്റുമോ, പാപം ഉണ്ടാകും എന്നൊക്കെ ഒരു സംശയം. ഇത് ഭഗവാൻ പറഞ്ഞ കാര്യമാണ്. ഭഗവാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ എന്തിനാ ചിന്തിക്കുന്നത്? ശ്രീമത്ത് ഹേ ശിവബാബാക്കി. ഈ ശ്രീമത്ത് നൽകുന്നത് ശിവബാബയാണ്. പരന്തു ശിവക്കാ നാം ഗും കറുതിയ. സംശയം വരുന്നത് ഇത് പുരാണത്തിലല്ലല്ലോ, അവർ അത് പേരവർ മാച്ചു കളഞ്ഞതാണ്. ബാക്കി ബ്രഹ്മാക്കി മത് അവർ ശ്രീകൃഷ്ണാക്കി മത് ദിഗായി. ബ്രഹ്മാവിന്റെ ഉപദേശം പ്രശസ്തമാണ്, ഗീതയിൽ ശ്രീകൃഷ്ണ ഉപദേശം എന്നാ പറഞ്ഞിരിക്കും. അത് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കാണ് കൃഷ്ണൻ ഇങ്ങനെ ഉപദേശിച്ചു. സ്വബി കൃഷ്ണാക്ക ദ്വാപരമേ ലേതേ. അതും അവർ ശ്രീകൃഷ്ണനെ ദ്വാപരത്തിലേക്ക് കൊണ്ടുപോകും. തും ഭാരതക്കോ സ്വർഗ് അർദ്ധാത് ഹീരെ മിസാൽ ബനാത്തേഹു. നമ്മള് ഈ തികച്ചും വ്യത്യസ്തമായ ബാബയുടെ ജ്ഞാനം കൊണ്ട് ഈ ഭാരതത്തെ നമ്മള് വൈരതുല്യമാക്കുകയാണ്. പരന്തു ഹോ കിത്തനെ സാധാരണ പോയി ഖമണ്ടൻ. പക്ഷെ ബാബ എത്ര സാധാരണ, ബാബയുടെ കുട്ടികളും വളരെ സാധാരണ, യാതൊരുവിധ ബാഹ്യ ഷോയൊന്നുമില്ല. തുംകോ യഹം അപ്ന സബ് കുച്ച് സ്വാഹ കർനാ ഹി ഗോയാ ശിവബാബ പർ പൂരാ പൂരാ ബലി ചരണാ ഹി. ബാബ പറയാണ് നിങ്ങൾ ഇവിടെ എല്ലാം സ്വാഹ ചെയ്യണം, അതായത് പൂർണ്ണമായി നമ്മൾ ശിവബാബയിൽ ബലിയാകും. തോ ശിവബാബ ഫിർ 21 ജന്മ ബലി ചടി. ശിവബാബ പകരമായിട്ട് 21 ജന്മത്തേക്ക് ബലിയാകും. ബാബ ഐസ നഹിം കാത്തേ ഹി ഗൃഹസ്ഥ വ്യവഹാര നഹിം സമ്പന്ന. ഇനി ബലിയാക എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോണോ? ബാബ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വീട് നോക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വഹബി സമ്പാലനാഹി പരന്തു ശ്രീമത്. വീട് നമ്മൾ രക്ഷിക്കണം, വീട്ടിലുള്ളവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ വീടും എല്ലാം നമ്മൾ ബാബയ്ക്ക് സമർപ്പിക്കുമ്പോൾ പിന്നെ ബാബയുടെ ശ്രീമത്തിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. അവിനാശി സർജൻസെ കുച്ച് ചിപ്പാനനെ. അവിനാശി ഡോക്ടറെ അടുത്തുനിന്ന്, സർജന്റെ അടുത്തുനിന്ന് ഒന്നും മറക്കരുത്. വീട്ടിലെ കാര്യങ്ങളും നമ്മൾ ബാബയുടെ അടുത്ത് പറയണം. കരുതൽ ബാബയ്ക്ക് സമർപ്പിച്ച ശരീരവും ധനവുമാണ്, സമയമാണ്, ശ്വാസമാണ്. അപ്പൊ അതെല്ലാം ബാബയോട് ചോദിക്കണം. ബാബ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് ബാബയോട് ചോദിക്കും. ഈ ചെയ്തതിന് ശേഷമാ പലപ്പോഴും ചോദിക്കാൻ ഓർമ്മിക്കുന്നത്. ഗായാബി ജാത്താഹി ഗുരു ബിഗർ ഘോർ അന്ത്യാര. ഇങ്ങനെ പറയാറുണ്ട്, ഗുരു ഇല്ലെങ്കിൽ ഗുരു ഇരുട്ടിലായിരിക്കും. ഏക് ബ്രഹ്മ ദാദാബി കാത്തേഹി ശിവബാബ ബിഗർ ഹം ആർ തും ബിൽക്കുൽ ഘോർ അന്ത്യാരമേന്ദേ. ഇവിടെ ബ്രഹ്മദാദയും പറയാണ്, ശിവബാബ ഇല്ലാതെ ഞാനും നിങ്ങളൊക്കെ ഒരു ഇരുട്ടിലായിരുന്നു. വഹത്തോ ശിവശങ്കർക്കോ മിലാദേത്തെ. അവരാണെങ്കിൽ ശിവനെയും ശങ്കരനെയൊക്കെ കൂട്ടിക്കലർത്തി വെച്ചിരിക്കുകയാണ്. ബ്രഹ്മ കോനഹി കബ് ആത്തേഹി ക്യാ ആകർ കർത്തേഹി. ഈ ബ്രഹ്മാവ് ആരാണ്? ബ്രഹ്മാവ് എപ്പോൾ വന്നു, വന്നിട്ട് എന്ത് ചെയ്തു? ഹരേക്ക് ബാത്ത് സമജ്ന ചാഹിയന. ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ജാൻവർത്തോ നഹിം സമജ്. അവർ മൃഗങ്ങള് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ പശുബുദ്ധികൾ ഇതൊന്നും മനസ്സിലാക്കില്ല. അഭിത്തും ബച്ചെ നമ്പർവാർ പുരുഷാർത്ഥനുസാർ ജാൻതേ. കുട്ടികൾ എല്ലാവരും ഒരുപോലെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവരവരുടെ പരിശ്രമത്തിൽ മനസ്സിലാക്കാൻ ഒരു പരിശ്രമമുണ്ട്. മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും. എല്ലാം ഒറ്റയടിക്കൊന്നും നടക്കത്തില്ല. പതുക്കെ 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 പോകും. ഓരോ ദിവസം ഓരോ അക്കങ്ങളെങ്കിലും പഠിച്ചാൽ മതി, മുന്നോട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ. ബാബ പറയാണ് അത് പതുക്കെ പതുക്കെ അങ്ങ് മനസ്സിലാവൂ. മനസ്സിലായത് പുരുഷാർത്ഥത്തിനനുസരിച്ചാണ്. വിദ്വാൻ പണ്ഡിത് ആദി കൊയ് നഹിം ജാൻതേ ഹി സദ്ഗുരു ബിഗർ ഘോർ അന്ത്യാരാഹി. ഈ വിദ്വാൻമാരൊക്കെ പറയും സദ്ഗുരു ഇല്ലെങ്കിൽ കൂലിരും. പക്ഷേ സദ്ഗുരു ആരാണ്? വിദ്വാൻമാർക്കും അറിയില്ല, പണ്ഡിതന്മാർക്കും അറിയില്ല. ഗുരു ലോകത്തോ ബഹുത്. അവർ ഗുരുക്കന്മാർ ഇവിടെ ധാരാളമാണ്. എല്ലാവരും ഗുരുക്കന്മാരാകാനാണ് ആഗ്രഹിക്കുന്നത്. സബികാ സദ്ഗുരു ഏകഹേ ജിസ്കോ വൃക്ഷപതി കാ. ഈ വൃക്ഷത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ബാബ പറയണു എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു സദ്ഗുരു ഒരാളാണ്, വൃക്ഷപതിയാണ്.
തും ബച്ചുംകോ നശാ ചടനാ. ആ വൃക്ഷപതി സദ്ഗുരുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ലഹരി കുട്ടികൾക്കുണ്ടായി. ആ ലഹരി ഉണ്ടാവുന്ന ഇടയ്ക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ അനേക ജന്മം വെറും സാധാരണക്കാരായി കുറെ ഗുരുക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ കൂടി അവരുടെ ശിങ്കടിയായിട്ട് അവരുടെ കാൽപാദങ്ങളിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഈ കാൽപാദങ്ങളിൽ ഇരിക്കുന്ന ആ സ്വഭാവം ഒന്നും നമുക്ക് പോയിട്ടില്ല. ഒരു അപകർഷതാബോധം അല്ലെങ്കിൽ താഴെയാന്നൊരു വിചാരം ഈ താഴെ ഇരുന്നിരുന്ന് നമ്മളിൽ വന്നിട്ടുണ്ട്. പൊങ്ങരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ബാബ പറയണു അതൊന്നും പോരാ, ഒന്ന് ഉയരണം. ഏത് ദുനിയാ ജോ ഇൻ ആംഗോം സെ ദേഖ് രഹേ ഹോ വഹ് നഹി രഹേ. ആളുകളുടെ ഈ ആർഭാടം, ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആർഭാടം, ആൾക്കൂട്ടങ്ങള്, അവരുടെ പ്രഭാഷണത്തിന് 10,000-കണക്കിന് ആൾ കൂടുന്നു. നമ്മൾ തന്നെ നോട്ടീസ് കൊടുക്കണം, നമ്മൾ തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടണം, കസേര തുടച്ചിടണം. എന്നിട്ട് വരുന്നത് 10 പേരാണ്. അവിടെ ഇതൊന്നും വേണ്ട, അവർ വന്നാൽ തന്നെ ആൾക്കാരൊക്കെ ആയി. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്തോരം ആൾക്കാരാണ്, ഇവിടെ ആളുമില്ല. അപ്പൊ ബാബ പറയാണ് ഇതൊന്നും അവശേഷിക്കാൻ പോണില്ല, ഈ ബാഹ്യലോകത്തിന്റെ ആർഭാടങ്ങളൊന്നും കാണണ്ട. ജോബ് ബുദ്ധിസെ ജാനത്തെ ഹോ വഹി രഹനാഹി. ബുദ്ധി കൊണ്ട് നമ്മളൊരു ലോകത്തെ മനസ്സിലാക്കി അവർ അതേ ഉണ്ടാവുള്ളൂ. തോ ഈ പുരാനി ദുനിയാസെ മമത്ത് മിടാ ദേനാ. അതുകൊണ്ട് ഈ പഴയ ലോകത്തിനോടുള്ള മമത്വം, ആൾക്കൂട്ടങ്ങൾ വേണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ മമത്വമാണ്. ആൾക്കാർ വരും, ആൾക്കാർ പോകും. ഇതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കേണ്ട കാര്യമില്ല. സത്യമായ കാര്യമാണോ, അത് പരിവർത്തനത്തിനുള്ള കാര്യമാണോ, അത് ഈശ്വരൻ നൽകിയ കാര്യമാണ്, പിന്നെ ഒട്ടും പേടിക്കേണ്ട. നമ്മളത് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക, നമ്മളെ കൊണ്ട് ഒക്കുന്ന വിധത്തിൽ. അല്ല, അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളെ ബാബ സെലക്ട് ചെയ്തു, നമ്മളങ്ങ് പരിപൂർണതയിൽ നിൽക്കാല്ല. നമ്മളെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ. അപ്പൊ ബാബ പറഞ്ഞു ആ കുറവുകളോട് കൂടി തന്നെ നിങ്ങൾ അങ്ങ് പ്രവർത്തിച്ചാൽ മതി, പ്രവർത്തനം നിർത്താതിരുന്നാൽ മതി. അല്ലെ, ആൾക്കൂട്ടങ്ങള് ബ്രഹ്മകുമാരിസിൽ തന്നെ ചില സ്ഥലത്ത് ആള് കൂടുതലാണ്, ചില സ്ഥലത്ത് ആള് കുറവാണ്. ആൾക്കൂട്ടങ്ങളുടെ കൂടെ പോകാൻ ആൾക്കാർക്ക് താല്പര്യമാണ്, ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. കാര്യം ഞാൻ എന്റെ കൂടെ കൂടി ഇരിക്കാമല്ലോ. പിന്നെ വലിയ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കും, അതൊക്കെ എളുപ്പമാണ്. ചെറിയ ആൾക്കൂട്ടങ്ങളിലെ പവറല്ലേ, അവിടെ ഒരു കുറവ് കാണുമ്പോൾ നിങ്ങൾ അവിടെ പോകും, അവിടെ പോയിട്ട് അവിടെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കണം. അല്ലെ, അതൊക്കെയാണ് ഈ മനുഷ്യത്വം അല്ലെങ്കിൽ ദേവത്വം എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ ബാഹ്യലോകത്തിലും ധാരാളം ജാടകളാണ്. ഈ ജാടകളിൽ ബാബയുടെ കുട്ടികൾക്കും ഒരു തലകുനിവ് വരും. ബാബയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. ബാബ പറയാണ് അവരവരുടെ കഴിവിനൊത്ത വിധത്തിൽ, അത് ബാബ പറയില്ല, നീ എന്താന്നൊക്കെ എനിക്കറിയാം, നമ്മൾ അങ്ങ് ചെയ്തു പോകണം. ഈ പഴയ ലോകത്തിൽ ഒന്നിനോടും ആഗ്രഹം പാടില്ല. ബച്ചും കോ ബി സമ്പാൽനാഹി. ഈ കുട്ടികളെയൊക്കെ നന്നായിട്ട് വളർത്തണം. ഈ ബ്രഹ്മകുമാരിസിൽ വന്ന് കുട്ടികളുടെ കാര്യം പോയി അവസാനം നമുക്ക് വലിയ നിരാശ വരും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങൾ ബാലൻസ് ചെയ്ത് പോയാൽ മതി. നാളെ ചിലപ്പോൾ ബ്രഹ്മകുമാരിസിനെ വിട്ടുപോകേണ്ട അവസ്ഥയും വന്നെന്നിരിക്കും ഡ്രാമയിൽ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ജനം. അപ്പൊ ബാബ പറയുന്നു അത് അങ്ങനെ പോരാ, നിങ്ങൾ രണ്ടും പാലിച്ചോണ്ട് പോയി. ബാബ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ ഉപേക്ഷിച്ചിരിക്കുന്നത്? ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. വീട് ഉപേക്ഷിച്ചിട്ടില്ല, വസ്ത്രം ഉപേക്ഷിച്ചിട്ടില്ല, അതായത് ഡ്രസ്സ് വേഷം ഒന്നും മാറിയിട്ടില്ല. അപ്പൊ നമ്മളൊന്നും ഉപേക്ഷിക്കാണ്ട് തന്നെയാണ് ബാബയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. ബാബ പറയാണ് ബാബാക്കൊക്കെ തന്നെ ഡർ ബാൽ ബച്ചേ. ബാബയ്ക്ക് എത്ര കുട്ടികളാണ്? കൊയ് തോ കാത്തേ ഹെ ബാബ ഹം ആപ്കാ 2 മാസ് കാ ബച്ചാ, കൊയ് കാത്തേ 1 മാസ് കാ ബച്ചാ. ചിലര് പറയാണ് ബാബ ഞാൻ അങ്ങയുടെ 2 മാസത്തെ കുട്ടിയാണ്, ചിലര് പറയാണ് ബാബ ഞാൻ അങ്ങയുടെ 1 മാസത്തെ കുട്ടി. 1 മാസത്തെ ബച്ചേ ബി ചണ്ട് ധാരൺ കർ ഏകദം ജവാൻ ബൻ ജാത്തെ. ഈ 1 മാസമായ കുട്ടി ചിലപ്പോൾ ജ്ഞാനം പെട്ടെന്ന് നന്നായി മനസ്സിലാക്കി പെട്ടെന്ന് ചെറുപ്പക്കാരനായി മാറും. ആ കൊയ്ത്തോ 20 വർഷം പാലേ ബി ജാമടെ ബൻ ജാത്തെ. ഇനി 20 വർഷമായിട്ട് ഇതിൽ നടക്കുന്നവരാണെങ്കിലും ചിലര് അവർ ഉള്ളന്മാരാണ്, അവർക്ക് നേരെ നടക്കാറായിട്ടില്ല. ഏകത്വം ജാനത്തെ ഹോക്കി നയാ ഝാടി ഹെ ധീരെ ധീരെ വൃദ്ധിക്കോ പായി. ബാബ പറയാണ് ഇത് പതുക്കെ പതുക്കെ വലുതാകും. ബാബ പറഞ്ഞ അതൊന്നും നമ്മൾ മനസ്സിലാക്കണം, ഒരു പുതിയ വൃക്ഷമാണ്, ഇതൊരു ആശയമാണ്. ഒരു വ്യക്തിയെ മുന്നിൽ നിർത്താൻ, ഒരു ഫസ്റ്റ് ബർത്തിന്റെ കഴിവുള്ള വ്യക്തിയെ മുന്നിൽ നിർത്തിയാൽ നയി. ഇത് ഏറ്റവും പഴയ ആൾക്കാരെ കൊണ്ട് ഏറ്റവും പുതിയൊരു സാധനം കൊണ്ടുപോകാണ്. അതൊരു ദുർഘടമായ കാര്യമാണ്. പകലെ ജരൂർ പത്തേ നികലെങ്കിൽ ബാദ്യമേ ഫൂൽ നികലെങ്കിൽ. ആദ്യം ഇലയെ വരും, പിന്നെ പൂവാകും. യഹം ഹി ഫൂൽ ബനനാഹി. ഇവിടെയും നമ്മൾ പൂക്കളാകണം. വഹം സബ് ഫൂലിഹി ഫൂലിഹി യഹം തോ കൊയ് ഗുലാബിക്കെ കൊയ് ചമ്പാക്കെ ബനത്തെ. ആ ലോകം വരുമ്പോൾ അവിടെ എല്ലാം പൂക്കളായിരിക്കും. ഇവിടെ ചിലർ റോസാ പുഷ്പങ്ങള്, പലരും പല തരത്തിലുള്ള പൂക്കളാണ്. ജൈസി ജൈസി ധാരണ ഐസ പദ മിൽജാത്ത. നമ്മുടെ ധാരണ എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും പദവി. വഹം ഫൂലിക്കി ബാത്ത് നഹിം മർത്തബിക്ക് ബാത്ത്. അവിടെ പൂക്കളുടെ കാര്യമല്ല ബാബി പറയുന്നത്, പദവിയുടെ കാര്യം. तो यह नशा रहना चाहिए कि हम इन आंखों से पवित्र शिवालय स्वर्ग को देखें. നമ്മൾ ഈ കണ്ണുകളിലൂടെ പവിത്രമായ ശിവാലയത്തെ കാണാൻ ആ ലഹരി ഉണ്ടാകും. ആധാ കൽപ്പ് സിർഫ് കകത്തെ ദേക്കി ഫലാന സ്വർഗ പദാര. അരകൽപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇയാൾ സ്വർഗത്തിൽ. വഹ് കാമന പ്രാക്ടിക്കൽ മേ ബാബ ഹി അബ് പൂരി കർ. ആ ആഗ്രഹം ഇപ്പോൾ ബാബ
യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുകയാണ്. अभी तुम बाबा के बच्चे बन जाते हो तो भारत का ഖാന ആബാദ് ഹോ ജാതാ ഹൈ. നമ്മളിപ്പോൾ ബാബയുടെ കുട്ടികളായി മാറുമ്പോൾ ഈ ഭാരതത്തിലെ വളർച്ച ഉണ്ടാകും. 33 करोड़ ദേവത ഗായ ജാത്തെ വഹ് ഇതനെ കോയി സത്യുഗ ത്രേതാമേ നഹി ഥ. 33 കോടി ദേവതകൾ എന്ന് പറയും. ബാബ പറഞ്ഞു സത്യുഗത്തിലും ത്രേതായുഗത്തിലൊന്നും ഇത്രയും കോടി ദേവതകളില്ല. യഹ് തോ സാരേ ഭാരതിക്ക് ദേവി ദേവതാ ധർമ്മയ്ക്ക് ആദംശുമാരി. പൊതുവെ എല്ലാവരും പറയാറ് 33 കോടി ആളുകൾക്ക് സന്ദേശം കൊടുക്കും. 33 കോടി അങ്ങനെ ആത്മാക്കള് ദേവതകളില്ല. 33 കോടി ദേവതകളുണ്ട്, 33 കോടി ദേവാത്മാക്കളില്ല. ത്രേതായുഗത്തിന്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ 33 കോടി മനുഷ്യര് ഭൂമിയിലുണ്ടോ? ഇല്ല. ബാബ പറഞ്ഞു സത്യയുഗം മുതൽ ത്രേതായുഗത്തിന്റെ അവസാനം വരെ എത്ര ദേവതകൾ ജീവിച്ചിരുന്നു അതിന്റെ എണ്ണമാണ് 33. ബാഹർ കി തരഫ് ദേഖോ തോ കിത്തന ഫ്രാക്ഷൻ പട് ഗയേ ഹെ. ഈ ബാഹ്യലോകത്തിലെ എത്ര വിഭാഗീയതകളാണ്. चीन जापान है तो बौद्धि नाम फिर भी बौद्ध का लेंगे लेकिन फ्रैक्शन कितने. ഈ ചൈന ജപ്പാൻ രണ്ടും ബൗദ്ധ രാജ്യങ്ങളാണ്. അപ്പൊ പേര് പറയുമ്പോൾ രണ്ടുപേരും ബുദ്ധന്റെ പേര് പറയും. പക്ഷെ അവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയാണ്. യഹം ഭാരതമേ തോ ശിവബാബ കോ ഉടാ ദിയാ ഹെ ഉनको बिल्कुल जानते ही नहीं. ഈ ഏകതയിലേക്ക് കൊണ്ടുവരുന്നത് ശിവബാബയെ. ഭാരതത്തിലെ ആ ശിവബാബയെ എല്ലാവരും മറന്നു കഴിഞ്ഞു, പൂർണ്ണമായും മറന്നു. ചിത്രഹേ ഗാത്തേ ബി ഹെ നന്ദിഗൺ ബി ഹെ പരന്തു ജാൻ. ശിവലിംഗങ്ങളുണ്ട്, പാട്ടുമുണ്ട്, കീർത്തനങ്ങളുണ്ട്, നന്ദിഗണത്തെയും കാണിക്കുന്നുണ്ട്. ബാബ പറയണു പക്ഷെ ആളെ അറിയില്ല. അഭി തും ബच्चे जानते हो बाबा ने बताया है कि हम परमधाम से आकर यहाँ में शरीर ले पाठ बजा रहा है. ഇപ്പോൾ കുട്ടികൾക്കറിയാം, ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ പരംധാമത്തിൽ നിന്നും ഇവിടെ വന്ന് പാട്ട് അഭിനയിക്കുകയാണ്. തും ചക്രക്കോ ജാൻ ഗയേ ഹോ. നമ്മൾ ചക്രത്തെ മനസ്സിലാക്കി. ജ്ഞാന അഞ്ജൻ സദ്ഗുരു ദിയ അജ്ഞാൻ അന്ധേര വിനാശ്. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി, അജ്ഞാന അന്ധകാരം നശിപ്പിച്ചു. ആകെ തോ കുച്ച് ഭി പത നഹീ താ. ഇതൊക്കെ പാടിയിരുന്നു, പക്ഷെ ഒന്നും അറിയില്ലായിരുന്നു. അഭി ബേഹദ് കെ ബാപ്പ് ക്രിയേറ്റർ ഡയറക്ടർ മുഖ്യ ആക്ടർ കോ തും ജാൻ ഗയേ ഹോ. അപ്പോൾ പരിധിയില്ലാത്ത ബാബ ക്രിയേറ്ററും ഡയറക്ടറും മുഖ്യ ആക്ടറുമായ ബാബയെ നമ്മൾ മനസ്സിലാക്കി. 84 ജന്മ കിസ്കോ ലേനാ ചാഹിയെ കോൻ ലേത്തെ ഹോങ്കെ തോ തും ജാൻതേ ഹോ. ആരെ 84 ജന്മങ്ങൾ എടുക്കും ഇതൊക്കെ നമുക്കറിയാം. തുമാര അബ് തീസര നേത്ര ഉലാഹിയത്തോ ഇത്തന നശ രഹന. നമ്മുടെ മൂന്നാമത്തെ കണ്ണു തോന്നും. ബാബ പറഞ്ഞു അത്രയും ഉത്സാഹം, ലഹരി ഉണ്ടാകും. മനുഷ്യ ജബ് ശരാബ് പീത്തെ ഹെ തോ ബൽ ദീവാല മാരാ ഹുവാ തോ ഭി നശമേ സമചിത്തെ ഹെ കി സബ്സെ സാഹുകാർ മേ. മനുഷ്യർ ഈ മദ്യമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ആൾ 5 പൈസയില്ല, പാപ്പരാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനൊരു തോന്നലൊക്കെ വരും. ഈ വെള്ളമകത്തി എന്നാൽ ഇങ്ങനെയൊക്കെ വരും. ബാബത്തോ വൈഷ്ണവത്തെ കബി ടച്ച് നഹിക്കില്ല. അപ്പോൾ കുട്ടികൾ വിചാരിക്കും അപ്പൊ ബ്രഹ്മബാബ കള്ളു കുടിച്ചിടും. ബാബ പറയണ ഞാനൊരു വൈഷ്ണവനായിരുന്നു, ഞാൻ ഇത് തൊട്ടിട്ട് പോലും ഇല്ല. ബാക്കി സുനാഹിയക്ക് ശരാബ് പിയാവർ നശാച്ചട. പിന്നെ ഇതങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കള്ളു മദ്യപിച്ചാൽ നല്ല ലഹരിയൊക്കെ വരുന്നു കേട്ടിട്ടുണ്ട്. കഹത്തേക്ക് യാദവം നബി ശരാബ് പി മുസൽ നിഗാൽ ഏകദോക്കെ കുൽക്ക നാശിക്കുക. ഈ പുരാണത്തിൽ എന്താ പറയുന്നത്, യാദവന്മാർ അവസാനം മദ്യപിച്ച് അല്ലെ അവര് ഒലക്കെടുത്ത് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യപിച്ച് ചത്തു എന്നാണ്. യഹം ബി മിലിറ്ററിക്കോ ശരാബ് പിലാത്തേഹ്യത്തോ മരണേക്കാ ഖ്യാൽ നഹി. ഇവിടെയും പട്ടാൾക്കാർക്ക് നന്നായിട്ട് മദ്യം കൊടുക്കും. കാര്യം ചാവാനും പിന്നെ ചിന്ത വരാൻ പാടില്ല, കൊല്ലാനും ചിന്ത വരാം. ഇതകത്തെ എന്നിരുന്നെങ്കിൽ എന്തും ചെയ്യും. നശ ചടി ജാത്ത, പിന്നെ ഒരു ലഹരിയാണ്. തും ബച്ചോം കോ ബി സദൈവ് നാരായണി നശ രഹന. ബാബ പറയാണ് ഒരു ലഹരി ഉണ്ടെങ്കിൽ ഏത് കാര്യവും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, ഇവിടെ നാരായണ ധർമ്മം വരാൻ പോകാണ്. ബാബ പറഞ്ഞു ഒരു നാരായണി ലഹരി ഉണ്ടാകും. ഹം വഹി കൽപ്പ പഹലെ വാലെ ശക്തി സേന. ഇത് കഴിഞ്ഞ കൽപ്പത്തിൽ നമ്മൾ ചെയ്തതാണ്, ഇത് അതേ കൽപ്പത്തിലെ സൈന്യമാണ്. അനേക ബാർ ഹംനെ ഭാരത് കോ ഹീരെ ജൈസ ബനായ ഹെ ഇസ്മേ മുഞ്ചിനെ കി ബാത് നഹീ. പക്ഷെ നമുക്കതിനൊരു ആശയക്കുഴപ്പം, ഇതൊക്കെ നടക്കും. ആകെ 10 ലക്ഷം പേരായിരുന്നു. ഈ 10 ലക്ഷം പേര് ഇപ്പോഴും മുടന്തി നടക്കുന്നത്. വാനരന്മാരെക്കാളും നമ്മളൊക്കെ ഒരു പരുവത്തിലാണ്. അപ്പൊ ഇതൊക്കെ നടക്കും. ബാബ പറഞ്ഞു കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല, ഇത് കൽപ്പത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. കാര്യം ഡ്രാമയിൽ ഇത് ഫിക്സഡ് ആണ്. വലിയൊരു അറിവും വലിയൊരു ശക്തിയും നമുക്കുള്ളത്. അവരെ അടിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മള് പതുക്കെ ഉയർന്നുകൊണ്ടിരിക്കുക. സംശയബുദ്ധി വിനശന്തി നിശ്ചയബുദ്ധി വിജയം. ബാബ പറയാണ് നിശ്ചയബുദ്ധിയാണെങ്കിൽ വിജയിക്കും, പക്ഷെ ഇതിലൊക്കെ ഇടയ്ക്ക് ഒരു സംശയം വരും. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ബാബ വന്നിട്ടുണ്ട് കുറെ നാളായി, ഇപ്പൊ ബാബ വരുന്നു. ഇനി വേറെ ഏതെങ്കിലും ബാബ വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കും. പിന്നെ മൊത്തം ആകെ കൺഫ്യൂഷൻ. ബാബ പറയാണ് ഇതൊക്കെ ഉണ്ടാകും അല്ലെ, ഇതിനൊക്കെ അതിജീവിച്ച് നിൽക്കുന്നവർ വിജയിക്കും.
സംശയബുദ്ധി ഊഞ്ചപത് നഹ്യമായി. ഈ സംശയബുദ്ധികൾക്ക് ഉയർന്ന പദവി കിട്ടത്തില്ല. പ്രജാമയം കമ്പത് പാലെങ്കിൽ അവർ പ്രജകളിലും ചെറിയ പദവി. വഹം തോ തുമാരെ മഹലോം സദൈവ ബാജെ ബെച്ചിട്ടേ രഹി. അവിടെ നമ്മുടെ കൊട്ടാരത്തിലൊക്കെ സദാ ഈ വാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ദുഃഖിക്ക് ബാധിഹിനായി, യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാകും. ആകെ രാജാവും കെ മഹലും കെ ദർവാജെ കെ ബാഹർ ചബൂത്തരെ പർ ഷഹനശായി ബജത്തി തി. പണ്ടൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തില് ആ വാതിലിന് മുകളിൽ ഈ ആനക്കൊട്ടിൽ പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ വാദ്യങ്ങളൊക്കെ മുഴക്കമായിരുന്നു. അതായത് വാദ്യം വായിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അഭിത്വ വഹ് രാജാവും കാ ഡാഡ് ഖതം ഹോകയ പ്രജാക്ക രാജ്യ ഹോ. ഇപ്പൊ രാജാക്കന്മാരൊന്നുമില്ല, രാജാക്കന്മാരൊക്കെ പോയി. ഇപ്പോൾ പ്രജകളുടെ രാജ്യമാണ്. अभी तुम बच्चे जानते हो कि हम पवित्र बन योग में रह और चक्र को याद करते करते भारत को स्वर्ग बना देंगे, परंतु बहुत बच्चे भूल जाए. ഇപ്പോൾ കുട്ടികൾക്കറിയാം നമ്മൾ പവിത്രമായി മാറി യോഗത്തിൽ കഴിഞ്ഞ് ഈ കാലചക്രം ബുദ്ധിയിൽ കറക്കി കറക്കി നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കും. പക്ഷെ കുട്ടികൾ ഇതൊക്കെ മറന്നു. അതായത് ഇത് എങ്ങനെ സ്വർഗമാകും? നമ്മൾ ഈ ചക്രമാകത്ത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ആത്മാവാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പരംധാമത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അത് മതി. അങ്ങനെ ചെയ്ത് 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 നമ്മുടെ ആത്മാവ് ശുദ്ധമാകുമ്പോൾ ഈ ഭൂമി സ്വർഗമാകും. പക്ഷെ കുട്ടികൾക്ക് സംശയം, മറന്നുപോകും. ബാബ റായ് ദേത്തെ ഹേ കി സബ്സെ അച്ഛാ കർത്തവ്യ ഹേ ഗരീബോം കി സേവ കരണം. ബാബ ഉദ്ദേശിക്കുകയാണ് കുട്ടികൾ ഏറ്റവും നല്ലത് പാവങ്ങളുടെ സേവ ചെയ്യുകയാണ്. ആജിക്കൽ ഗരീബ് തോ ബഹുത് ഹി, കാലത്ത് പാവങ്ങൾ കണ്ടമാനം. മനുഷ്യ ഹോസ്പിറ്റൽ ബഹുത് ബനാത്തെ ഹേ തോ മരീജോം കോ സുഖ മിലെ, ജോ ഹോസ്പിറ്റൽ ഖോലേംഗെ ഉनको दूसरे जन्म में कुछ अच्छी काया मिलेगी, रोगी नहीं बने. മനുഷ്യരെ ആശുപത്രിയൊക്കെ തുറന്ന് ധാരാളം രോഗികൾ ലോകത്ത്. ഈ രോഗം എന്ന് വെച്ചാൽ എന്താണ്? ധാരാളം വേദനകളാണ്. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സിച്ച് അവരുടെ വേദനയൊക്കെ മാറ്റുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവും, രോഗം ഉണ്ടാവില്ല, നല്ല ശരീരമായി. കൊയ് അച്ഛ തന്തുരുസ്തു ഹോത്തെ മുഷ്കിൽ കബി ബീമാർ ഹോത്തെ. ചിലർക്ക് നല്ല ആരോഗ്യമാണ്, അപൂർവമായിട്ട് രോഗം വരും. तो जरूर आगे जन्म में तंदुरुस्ती का दान दिया होगा. അതിന് കാരണം ബാബ പറയാണ്, തീർച്ചയായിട്ടും മുജ്ജന്മത്തിൽ അവര് ആരോഗ്യം ദാനം ചെയ്തിട്ടുണ്ടാവും. മനുഷ്യന് ഏറ്റവും വലിയൊരു കാര്യം എന്താ? ശരീരത്തിന്റെ ആരോഗ്യം. അതിന് വൈദ്യം വേണം, മനസ്സിന്റെ ആരോഗ്യത്തിന് വിദ്യയും വേണം. അപ്പൊ ഈ രണ്ട് ദാനമാണ് ഏറ്റവും വലിയ ദാനം. അപ്പൊ ബാബ ഇത് രണ്ടും ബാബയുടെ ജ്ഞാനത്തിൽ കൂടെ കിട്ടും. അതുകൊണ്ടാണ് ബാബ സർജൻ എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിമാർഗത്തിൽ ബാബ പറഞ്ഞ ഏറ്റവും വലിയ പുണ്യം എന്താണ്? ഈ രോഗികളെ ചികിത്സിക്കാനാണ്. ഇപ്പൊ ആളുകളെ രോഗം ഉണ്ടാക്കി കൊടുക്കാണ് ആശുപത്രി. അപ്പൊ അവരുടെ പുണ്യമായിരിക്കും പാപം വരും. ഏറ്റവും വലിയ പാപമാണ് ഈ മനുഷ്യനെ രോഗിയാകും. എന്നാൽ മനുഷ്യന്റെ രോഗം മാറ്റുകയാണെങ്കിലോ അത് വലിയൊരു പുണ്യമാണ്. വഹ് ഹോസ്പിറ്റൽ ഖോൽന कोई एजुकेशन में बहुत होशियार होते हैं तो जरूर विद्या का दान किया होगा. ചിലര് ഈ വിദ്യാഭ്യാസത്തിൽ വളരെ സമർത്ഥരാണ്, അവർ വിദ്യാദാനം ചെയ്തിട്ടുണ്ടായി. कोई सन्यासियों को छोटेपन में ही शास्त्र खंड हो जाते हैं तो कहेंगे पास्ट जन्म के आत्मा संस्कार ले आई. ചില സന്യാസിമാര് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വേദവും പുരാണവും ഗീതയൊക്കെ കാണാപ്പാടം പറയും. അപ്പോൾ ആളുകൾ എന്ന് പറയും ഉജ്ജന്മത്തില് സംസ്കാരമായിട്ട് വന്നിരിക്കും. तो यहाँ भी कोई 3 पैर पृथ्वी को लेकर एक रूहानी हॉस्पिटल खोले और लिख दे कि आकर 21 जन्मों के लिए हेल्थ का वर्षा लो बाप से. അപ്പൊ നമുക്കിപ്പോ ഈ ആരോഗ്യം കൊടുക്കാനുള്ള കർമ്മശേഷിയൊന്നുമില്ല. കാരണം അതിനുള്ള മനസ്സുമില്ല, കർമ്മശേഷി ഇല്ല തന്നെ. ആളുകളെയൊക്കെ പിടിച്ച് ഈ പുന്നപ്പുറയൊക്കെ ഒരു ഇതില്ലേ, ഈ വഴി പോകുന്ന എല്ലാ കിടക്കുന്ന വളരെ ദുരിതം അനുഭവിക്കുന്നവരൊക്കെ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ആളുകൾ ചെയ്യും. നമുക്കൊന്നും അത് പറ്റത്തില്ല, അതിനുള്ള ശക്തിയൊന്നും നമുക്കില്ല. ഇനി വിദ്യാഭ്യാസവും കൊടുക്കാന്ന് വെച്ചാൽ അതും നമുക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇനി ഇതൊക്കെ കാണാപ്പാഠം പറയാനുള്ള കഴിവ് നമുക്കില്ല. വായിച്ചിട്ട് മനസ്സിലാവുന്നു. ഏതൊരു ശ്ലോകം പഠിക്കുന്ന 1 മാസം പോലും മനസ്സിലാവില്ല. അപ്പൊ ബാബ പറയണു, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഒരു 3 അടി മണ്ണില് ഞാൻ ഈ പറയുന്ന ജ്ഞാനം കൊടുത്താൽ മതി, 21 ജന്മത്തേക്ക് ഹെൽത്തും വെൽത്തും എല്ലാം കിട്ടും. കിത്തിനി സഹജ് ബാത്ത്. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായൊരു കാര്യമാണ്. അതായത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം, ഏറ്റവും വലിയൊരു കാര്യം ബാബ നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഉള്ളിലെ ഈ നന്മകൾ കാണുമ്പോൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് നന്മ ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ശക്തി നമുക്കില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ബാബയുടെ ജ്ഞാനം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനുള്ള ശക്തി നമുക്കില്ല. ബാബു പറഞ്ഞു ഇത് മതി, ഇതങ്ങ് ചെയ്താൽ മതി. तुम पूछते हो बताओ लक्ष्मी नारायण को एक वारसा किसने दिया तो जरूर पूछने वाला खुद जानता हो. നമ്മൾ ചോദിക്കണം, ഈ ലക്ഷ്മി നാരായണൻ ഈ സമ്പത്ത് എവിടുന്നാ കിട്ടി? അവരും ചോദിക്കുന്നവർക്ക് ഇത് അറിയാമായിരിക്കണമല്ലോ. ബാബ ഹി സ്വർഗ രചിതാഹി, ബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. കൈസേ രചിതാഹി വഹ് ബൈഡോ തോ ഹം സമझाए. എങ്ങനെയാണ് രചയിതാവാകുന്നത്? അത് നിങ്ങളൊന്ന് ഇരിക്കും, ഞങ്ങൾ മനസ്സിലാക്കി തരാം.
ഹംബി ഉൻസെ വർഷ ലെരഹാ, ഞങ്ങളും ബാബയിൽ നിന്ന് സ്വത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവബാബ ബ്രഹ്മബാബ ദ്വാര സ്ഥാപന കരാ രഹാ ഹെ, ഒരു പാലനാഭി വഹി കരെ. ശിവബാബ ബ്രഹ്മബാബയിലൂടെ സ്ഥാപന ചെയ്യുകയാണ്, പാലനയും ഇവർ തന്നെ ചെയ്യും. ശങ്കർ ദ്വാര വിനാശി ഹോന, ശങ്കറിലൂടെ വിനാശവും നടക്കണം. വിനാശ് ജരൂർ നരക ഹോഗാന, വിനാശം തീർച്ചയായിട്ടും നരകത്തിൻ്റെതായി. യഹി രാജയോഗി, ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുകയാണ്. ബാബ പറഞ്ഞു ചോട്ടേസെ ബാഡ്ജ് പർ തും സമച്ചാ സത്യ ഹോഗി, ബ്രഹ്മദ്വാര സ്ഥാപന ഹോ രഹി ഹെ യഹി രാജയോഗി. ഒരു ചെറിയ ബാഡ്ജ് മതി നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ബ്രഹ്മാവിലൂടെ ഇപ്പോൾ പരമാത്മാവ് സ്ഥാപന ചെയ്യുകയാണ്. ബാബു ഇതാണ് രാജയോഗം. മനുഷ്യസെ ദേവത ബനനാഹി ജോ അപ്പനെ കുൽക്കാ ഹോഗ ഉസ്കോ ഛട്ട് ദിൽ മേ ലഗാ ജായേ. മനുഷ്യരിൽ നിന്നും ദേവതയാകണം. ബാബ പറഞ്ഞു നമ്മുടെ കുലത്തിൽപ്പെട്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഉസ്കാ ചെഹരാ ഭി ചമക് ജായേഗ അവർ പുരുഷാർത്ഥ സെ അപ്പന വർഷ ലെ, അവരുടെ മുഖം വിടരും. അവർ പുരുഷാർത്ഥത്തിലൂടെ അവരുടെ സമ്പത്ത് എടുത്തോളും. അപ്പനെ ബ്രാഹ്മൺ കുൽക്കെ ജോഹി വഹ് ശൂദ്ര കുൽക്കെ ബദലിനെ ജരൂർ ഹെ, യഹ് ഡ്രാമ നോത്തെ. ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവര് ശൂദ്രകുലത്തിൽ നിന്ന് മാറി ബ്രാഹ്മണരായിക്കോളും. അത് ഡ്രാമയില് നിശ്ചയമാണ്. അതായത് വളരെ കുറച്ചു പേര് ഇതിനകത്തേക്ക് വരും. അപ്പൊ ആളുകൾ എന്തെല്ലാം ഇപ്പൊ മയക്കുമരുന്നിനെതിരെ സർക്കാരും പലരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പല പല കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു. ബാബ പറയുന്നതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ്. നമ്മൾ മരം വയ്ക്കാനൊക്കെ നമ്മളും പോകും. മരം വയ്ക്കാൻ നമുക്കറിയാം, മരമൊക്കെ പോകും. ആളുകൾ കള്ളുകൂടി കൂടുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ അതിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാബയുടെ അടിസ്ഥാന ജ്ഞാനം എത്തിക്കും. അപ്പൊ നമ്മള് എത്രയോ കള്ളുകൂടി ക്ലാസ് നടത്തിയാലും വലിയ വിശേഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആത്മാവാണ്, നമ്മുടെ കർമ്മം നമ്മുടെ കൂടെ വരുമെന്ന് മനസ്സിലായാൽ കള്ളുകൂടി കപ്പ നിർത്തിക്കോളും, മയക്കുമരുന്ന് നിർത്തിക്കോളും. ബാബ പറയാണ് ഈ അടിസ്ഥാന ജ്ഞാനം വളരെ സിമ്പിളാണ്, ഇത് കൊടുത്താലും മതി. ഇനി നമ്മൾ അവരുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അതിനെ ബാബ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന വലിയ കാര്യം ഒരു ലഹരി വേണം. പിന്നെ അതിൽ വരേണ്ടവർ വന്നോളൂ. തും ഭാരതിക്ക് ബഹുത് സേവ കർത്തേ ഹോ പരന്തു ഗുപ്ത്, നമ്മൾ ഭാരതത്തിന്റെ വലിയ സേവ ചെയ്യുന്നുണ്ട്, പക്ഷെ ഗുപ്തമാണ്. ആകെ ബി ഐസി പണ്ട് കഴിഞ്ഞ കൽപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഡ്രാമക്കോ അഭി അച്ഛി രീതി ജാനാഹി, നല്ല രീതിയിൽ ഡ്രാമയെ മനസ്സിലാക്കി. ഇങ്ങനെയാണ് ഡ്രാമയുടെ ഘടന. ഒരു കയ്യടി മേടിക്കുന്ന കാര്യമൊന്നുമല്ല, അതൊക്കെ മനസ്സിലാക്കും. ഗായ ജാത്താഹെ ആപ് മുയെ മർഗയി ദുനിയ, നീ മരിച്ച ലോകം മരിച്ചു എന്നൊരു ചൊല്ലുണ്ട്. ബാക്കി ആത്മരഹ ജാതി, ആത്മാവ് അവശേഷിക്കും. ആത്മാത്വം മർത്തിനഹി, ആത്മാവ് മരിക്കില്ല. ആത്മാ ശരീർ സെ അലഗ് ഹോ ജാതി ഹെ തോ ഉൻകെ ലിയെ ദുനിയാ ഹി നഹീം രഹി, ഈ ആത്മാവ് ദേഹത്തിൽ നിന്ന് പോയാൽ പിന്നെ ഈ പഞ്ചതത്വങ്ങളെ ലോകത്തിനകത്ത് അതിനില്ല. फिर जब शरीर में जाएगी तब मां बाप का संबंध आदि नया हो. ഈ ആത്മാവ് അവ്യക്ത തലത്തിലേക്ക് നീങ്ങും. കാരണം ആത്മാവ് അവ്യക്തമാണല്ലോ. അപ്പോൾ ദേഹം വിട്ടാൽ പിന്നെ അത് അവ്യക്ത തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ബാഹ്യലോകന് കാണാനൊന്നും പറ്റില്ല. പിന്നെയും അതെന്താണ്? അവ്യക്തത്തിൽ നിന്ന് വ്യക്തമാകും. വേറെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴാണ് പിന്നെയും അതിന് ഈ ബാഹ്യലോകം. അപ്പൊ ബാബ എന്താ പറഞ്ഞു? ഈ പഞ്ചതത്വങ്ങളുടെ ബാഹ്യലോകം മറക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യഹം ബി തുംകോ അശരീരി ബനന, ഇവിടെയും നമ്മൾ അശരീരിയാകും. അഭിത്തോ യഹ് ദുനിയ പ്രാക്ടിക്കൽ മേ ഖതം ഹോനി, ബാബ പറയുന്ന കുട്ടികളെ ഈ ബാഹ്യലോകം പ്രാക്ടിക്കലായിട്ട് ഇല്ലാണ്ടാകാൻ പോകാണ്. ബാബ कहते हैं मुझे याद करते रहो तो विकर्मम का जो बोझा है वह उधर जाएगा और तुम संपूर्ण बन जाए. ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മൾ ചെയ്ത വികർമ്മങ്ങൾ കാരണം ഞാനും തലേ കയറുന്നു. വികർമ്മങ്ങൾ ഇങ്ങനെ കിടക്കാണ്. ബാബ പറയാണ് അതിന് എന്നെ ഓർമ്മിക്കുമ്പോൾ ഈ വികർമ്മങ്ങളൊക്കെ പോയി സമ്പൂർണ്ണമായിക്കൊള്ളും. ബച്ചും കെ മാനേഴ്സ് ബഹുത് അച്ഛേ ഹോനെ ചാഹി, കുട്ടികളുടെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. ബോൽന ചലന ഖാന പീന ബഹുത് ധോഡ ബോൽന ചാഹി. ബാബ നമ്മുടെ ഈ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കഴിപ്പ്, നമ്മുടെ കുടിപ്പ്, ഇതെല്ലാം ബാബ പറയുന്നതൊക്കെ മാന്യതയുള്ളതാണ്. വളരെ കുറച്ച് സംസാരിക്കും. രാജായി ലോക ബഹുത് ധോഡ അവർ ആഹിസ്തെ ബോൽത്തെ ചുപ് രഹ്, ഈ രാജാക്കന്മാരൊക്കെ ബാബ പറയണു വളരെ കുറച്ച് സംസാരിക്കും, കൂടുതൽ അവർ മൗനമായിട്ടിരിക്കും. അതേപോലെ നമ്മൾ എന്താണ്, ഈ കുറച്ച് സംസാരിച്ചാൽ തന്നെ കണ്ടമാന ശക്തി നമുക്ക് കൂടുതലാവും. ഈ ലോകത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് കുറച്ച് സംസാരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കും, കുറെ കൂടുതൽ ക്ലാസ് എടുത്ത ആളുകൾ നന്നാവും, ആളുകളുടെയും കാര്യം പോക്കാവും, നമ്മുടെയും കാര്യം പോക്കും. അവർ കുറച്ചൊക്കെ സംസാരിക്കും. തുമാരേമെന്തോ ബഹുത്ത് ഫസീലത്ത് ഹോനി ചാഹി, നമ്മളിൽ ബാബ പറഞ്ഞു നല്ല പെരുമാറ്റ രീതികൾ വരും. ദേവതാവമേ ഫസീലത്ത് തി, ദേവതകളിൽ നല്ല സ്വഭാവ രീതികൾ ഉണ്ടായിരുന്നു. യഹം തോ മനുഷ്യ ബന്ദർ മിസൽഹേത്തു ബദ് ഫസീലത്ത് ഹി, ഇവിടെ മനുഷ്യരാണെങ്കിൽ കുരങ്ങന്മാരെ പോലെ, കുരങ്ങനെ കണ്ടിട്ടില്ല, ഒരു കൈ കൊണ്ട് എടുത്ത് കഴിക്കും,
അപ്പൊ വേറൊരാൾ ഇട്ട് കൊടുക്കും, അതാ കൈ കൊണ്ട് പിടിക്കും, അപ്പൊ അത് നിലത്ത് പോകും, അതവിടെ ഇടും, പിന്നെ ഈക്കളി കാണിക്കും. അല്ലെ? ബാബ പറയണു അത് വല്ലാത്തൊരു ഇളക്കമുള്ള ജീവിയാണ്. കുച്ച് ബി അക്കൽ നഹി, ഒരു ബുദ്ധിയില്ല. ബേഹത്ത് കാ ബാബ് ജോ സൃഷ്ടി കോ സ്വർഗ് ബനാത്തേ ഹി ഉൻകോ പത്തർ ഡിക്കർ കുത്തേ ബില്ലി സബ് മേ ടക്കലെ ദിയ. പരിധിയില്ലാത്ത അച്ഛൻ, ഈ ലോകത്തെ സൃഷ്ടിയെ അച്ഛൻ സ്വർഗമാക്കുന്ന നമ്മുടെ എല്ലാവരുടെ അച്ഛനെ അവര് കല്ലിലും മുള്ളിലും പിന്നെ പട്ടിയിലും പൂച്ചയിലൊക്കെ തള്ളി. മായനെ ഏകദം ബുദ്ധിക്കോ ഗോദരേജ് കാ താല ലഗാ ദിയ. ഈ മായയാണെങ്കിലോ എല്ലാവരുടെയും ബുദ്ധിയിൽ ഗോദരേജിനെ പൂട്ടിട്ട് വെച്ചിരിക്കാം. അപ്പൊ ബാബ ആക്കർ താല കൊലത്തെ. ഇപ്പോൾ ബാബ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ പൂട്ട് തുറന്നു തന്നു. അഭിതും ബച്ച് കിത്തനെ ബുദ്ധിമാൻ ബനുകെ. ഇപ്പോൾ ബുദ്ധുക്കളായി നമ്മൾ എത്ര ബുദ്ധിമാന്മാരായി. ശിവബാബ ബ്രഹ്മ വിഷ്ണു ശങ്കർ ലക്ഷ്മി നാരായൺ ജഗദംബ ആദി സബ്കി ബയോഗ്രഫി को तुम जान गई. ശിവബാബ ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാര് ലക്ഷ്മി നാരായണന്മാര് ജഗദംബ ജഗത്പിത കൃഷ്ണൻ രാമൻ എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പൊ തുമക്കോ സദ്ഗുരു ശിവബാബ സെ പൂരി സമझ മിൽ. സദ്ഗുരുവായ ശിവബാബയിൽ നിന്നും പൂർണ്ണമായ ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബാബ നോളജ്ഫുൾ ഹെ നാ, ബാബ നോളജ്ഫുൾ ആണ്. ഹരേക്ക് അപ്പനെ ദിൽ സെ പൂച്ചോ തോ ബരോബർ ഹം കുച്ച് നഹീ ജാനത്തെ. ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിൽ ഒന്ന് കൈതൊട്ടിച്ചു, അപ്പൊ മനസ്സിലാവും ഒന്നും അറിയാൻ പാടില്ല. ബന്ദർ ജയ്സി ചലൻ. ഇനി അറിയാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം വളരെ മോശമായി. അബ് ഹം സബ് ജാൻ ഗേ. ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. ബാബ നയി രചന കൈസെ രചത്തെ ഊഞ്ചത്തെ ഊഞ്ചെ ബ്രാഹ്മൺ കുൽ ബനാനെ സെ തും ജാനത്തെ ബനാത്തെ ഹെ സോ തും ജാനത്തെ. ബാബ എങ്ങനെയാണ് പുതിയ രചനയെ രചിക്കുന്നത്? ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ കുലത്തെ ബാബ തയ്യാറാണ്. അതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. മൂർത്തി ജോ പൂജ്യ ഹെ വഹു കുച്ച് ബോൽത്തെ നഹി ഹെ അഭി തും സമझते हो हम ही पूज्य ഒരു പൂജാരി ബൻ. ഈ അമ്പലത്തിലെ മൂർത്തികളുണ്ടല്ലോ, ബാബ പറയണു അതൊന്നും സംസാരിക്കുന്നില്ല. നമ്മളാണെങ്കിലോ ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ തന്നെയായിരുന്നു പൂജ്യര്, നമ്മൾ പൂജാരികളാണ്. അഭിത്തും സച്ചേ സച്ചേ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ. ഇപ്പോൾ നമ്മൾ സത്യമായ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. തും ജനത്തെ ഹോ കി സംഗം യുഗ് പർ സത്യ की രചന കൈസെ होती है यह और कोई नहीं जानता. കുട്ടികൾക്കറിയാം ഈ സംഗമത്തിൽ എങ്ങനെ സത്യത്തിന്റെ രചന നടത്തും. അത് ലോകത്ത് ആർക്കും അറിയില്ല. ഈ അറിവ്, ഈ ലോകം മാറാണ്, ഈ ലോകം വളർച്ച പൂർത്തിയായി. ഇതൊന്നും അറിയാണ്ട് ആൾക്കാർ ഈ ലോകത്തെ നന്നാക്കാൻ കുറെ കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം ഈ ലോകത്തിന് എന്ത് സംഭവിക്കും. ലോകത്തിന് അറിയാത്ത കാര്യം നമുക്കറിയാം. ബാരിസ്റ്റർ പഠായേക തോ ക്യാ ബനായേക. ഭഗവാൻ ബി ആക്കർ സഹജരാജോ സിഗലാത്തെ. വക്കീല് പഠിപ്പിച്ചാൽ എന്തായി മാറും? ദൈവം വന്ന് പഠിപ്പിച്ചാൽ എന്തായി മാറും? ദൈവം രാജയോഗം പഠിപ്പിക്കാൻ. അഹോ സൗഭാഗ്യം ഭാരതവാസി ബച്ചോ തുമാരെ മേം ബി സൗഭാഗ്യശാലി വഹ് ജോ അച്ഛി രീതി ധാരണ കർക്കെ ദൂസരോം കോ കരാത്തി രഹേ. ബാബ പറയാണ് ഈ ഭാരതവാസികൾ എന്നൊരു ഭാഗ്യശാലികൾ അല്ലെ. ദൈവം നമ്മുടെ ഗസ്റ്റായിട്ട് അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ തന്നെ ആരാണ് സൗഭാഗ്യശാലികൾ? ഈ കാര്യം തലേക്ക് ബാബ പറഞ്ഞത് നമ്മളൊന്ന് ചിന്തിച്ച് മനനം ചെയ്ത് കുറെ സംശയമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് അപ്പുറമൊക്കെ ചിന്തിച്ച് ഇത് നമുക്ക് തലേക്ക് എന്ന് മാത്രമല്ല അതൊരു അടുക്കും ചീട്ടോടുകൂടി പറഞ്ഞു കൊടുക്കാൻ കൂടി പറ്റും. അവർ ഭാഗ്യശാലി. ആകെ ചൽ ബഹുത് സ്വർഗ ബനെ. കുറെ കഴിയട്ടെ, ബാബ പറഞ്ഞു ധാരാളം വീടുകൾ സ്വർഗമാകും. ജാട് ധീരെ ധീരെ ബടുത്താഹി. ഈ വൃക്ഷം പതുക്കെ മെഹനത്ത് ഹി, നല്ല പരിശ്രമമുണ്ട്. ജിത്തന ഉഞ്ച് ജായെങ്കിൽ ഉത്തന മായാക്കെ തൂഫാൻ ജോർസായി. നമ്മളിന് ഉയരുംതോറും ബാബ പറയാണ് നമ്മൾ സ്മൂത്താവിൽ. ഉയരുംതോറും ബാബ പറയാണ് മായയുടെ കൊടുങ്കാറ്റുകൾ വർദ്ധിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ദൈവം ഏറ്റെടുത്തിരിക്കും. ദൈവം ഒരു കാര്യം ഏറ്റെടുക്കാൻ ചില എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും ഇല്ല. അപ്പൊ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന നമുക്കും ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം. അപ്പൊ അതാണ് ബാബ പറയുന്നത്. അതിൽ നിരാശയൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. അതിൽ ഉത്സാഹം വേണം. തടസ്സങ്ങൾ വരുമ്പോൾ ഉത്സാഹം കൊണ്ടാണ് അതിന് നേരിട്ടത്. ഉമങ്ക് ഉത്സാഹം. ബാബ പറയാണ് ഇനി നമ്മൾ ഇതിനെ ഉയർത്തി എടുത്ത് ബാബ പറയാണ് അപ്പൊ പ്രശ്നങ്ങൾ കൂടുള്ളൂ. പഹാടി പർ ജിത്തന ഊഞ്ച് ജായെങ്കിൽ ഉത്തന തൂഫാൻ രണ്ടി ആദിക സാമന ബി ഹോഗ. പർവ്വതത്തിന്റെ മുകളിലെ നമ്മൾ കൂടുതൽ പോകും തോറും കാറ്റ് വീശാൻ തുടങ്ങും, തണുപ്പ് കൂടാൻ തുടങ്ങും, മഞ്ഞുമലകളൊക്കെ ഉണ്ടാവും. അത് കടന്നു വീണെന്നിരിക്കും. ബാബ പറയണത് അതിനൊക്കെ നേരിടണം. സർവീസ് മേൻ ജിത്തന ടൈം മിലെ ഉത്തന അച്ചാഹി അഡ്വർടൈസ് കരും. ബാബ പറയണം സേവകം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അപ്പുറവും ഇപ്പുറവും നോക്കരുത്. ആരൊക്കെ വീഴുന്നു ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരൊക്കെ കൂടെയുണ്ട് ഒന്നും നോക്കേണ്ട കാര്യം. ആരെങ്കിലുമൊക്കെ കൂടെ കാണും. എന്തായാലും ദൈവം കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബാബ പറയാണ് പരസ്യം കൊടുക്കും ബാബയുടെ ജ്ഞാനം. ജോ ദിൽമേ റായ് ആവേ വഖ് ബദാവോ കി ഐസെ ഐസെ കർനാ. നമ്മുടെ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ വരുമല്ലോ. ബാബ പറഞ്ഞു അതൊന്ന് പറയണം. നമുക്ക് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ, നമുക്ക് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താൽ, കുറെ ബോർഡുകൾ വെച്ചാലോ. ബാബ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണം.
ബാബ കഹേങ്കി ബൽ കരോ. ബാബ എന്ത് പറയും? കുട്ടികൾ അത് ചെയ്യേ. വിചാരെ മനുഷ്യ ബഹുത് ദുഃഖി. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആളുകൾ വളരെ ദുഃഖത്തിലാണ്. നമ്മൾ വേറെ ഒന്നിലേക്കും പോകേണ്ട കാര്യമില്ല. ബാബയുടെ ജ്ഞാനം അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ ബാബ പറയണ അത് ആൾക്കാരങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കുന്ന സാധനമൊന്നുമില്ല. അങ്ങനെ ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ടു പോയി പരസ്യം കൊടുക്കും. അപ്പൊ ബാബ പറയണു, മനുഷ്യന്റെ ദുഃഖമില്ലാണ്ടാക്കാൻ ഈ ജ്ഞാനമല്ലാണ്ട് വേറെ ഒന്നുമില്ല. മനുഷ്യർ ദുഃഖത്തിലാണ്. ഈ സമയത്ത് സബ് തമോപ്രധാൻ ബൻപടെ. ഈ സമയത്ത് എല്ലാം തമോപ്രധാനമായി. കൊയ് ബി ചീസ് സച്ചി നഹി രഹി ഹെ ചൂട്ടിയുമായ ചൂട്ടിക്കായ അപ്പൊ തും ബച്ചെ സ്വർഗവാസി ബൻ. ഒരു സാധനത്തിലും സത്യതയിൽ എല്ലാം അസത്യമായി തീർന്നു. കുട്ടികളിപ്പോൾ സ്വർഗവാസികളാകുക. അവര് പാട്ട് വെച്ചു, നൈ ഉമർക്കി കലി. ആ പാട്ട് ഇതാണ്. പുതിയ ലോകത്തിന്റെ പൂമുട്ട്. ഇസ് ഗീതമേ സീതാക്കി മഹിമ കർത്തെ. ആ പാട്ടില് സീതയുടെ മഹിമ ചെയ്യുന്നു. ജിസ് ദേശമേ സീതാധി ബഹുദേശ പവിത്രത. ഏത് ദേശത്താണ് സീത ഉണ്ടായിരുന്നത് ആ ദേശം പവിത്രമായി. ഉസ് ദേശമേ ഫിർ രാവൺ കഹാംസെ. ഈ പാട്ടൊക്കെ കൊള്ളാം. അപ്പൊ ഭാവിയൊക്കെയാണ്. പിന്നെ ആ ദേശത്ത് നമുക്ക് ഈ ഭാരതവാസികൾക്കൊരു ഹോപ്പും സ്കോപ്പും ഇല്ലാതെ കാര്യം എല്ലാം നെഗറ്റീവ് എഴുതി വെച്ചു. അപ്പൊ ഭാവിയൊക്കെയാണ്. പിന്നെ ആ ദേശത്ത് രാവണൻ അവിടെ വണ്ടർത്തോ യഹ്ഹേക്ക് ഫിർ കാത്തെ ബന്ധുരംകി സേനാൽ. അത്ഭുതം ഇതാണ്, രാവണനുണ്ടായി, പിന്നെ രാമൻ വന്നിട്ട് വാനര സൈന്യത്തെ എടുത്തു എഴുതി വെച്ചേക്കും. അപ്പൊ ബന്ധുരംകി സേന കഹാംസയായി. ഭാവിയൊക്കെയാണ്. അപ്പൊ ഈ വാനര സൈന്യം എവിടുന്നു? യഹാംബി മനുഷ്യം കാ ലക്ഷർ. ഇവിടെയും മനുഷ്യരുടെ സൈന്യങ്ങളാണ്. ഗവൺമെന്റ് ബന്ധുരോം കാ ലക്ഷർ ദോഡഹിലെത്തി. ഗവൺമെന്റ് ഒരിക്കലും വാനര സൈന്യം ഒന്നും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. വഹാം ബന്ദർക്കി സേന കൈസെ ആയി. പിന്നെ അവിടെ ഈ വാനര സൈന്യം അങ്ങനെ വന്നു. യഹ്ബി സമ്മച്ചത്തിന്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ എത്ര പറഞ്ഞു കൊടുത്താലും ഇത് സത്യമാണെന്ന ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ അവിടെ 10 പേര് ഇരിക്കും. അവിടെ വാനര സൈന്യത്തിന്റെ ഹനുമാന്റെയും കഥ പറയുകയാണെങ്കിൽ ആ ഹനുമാൻ ചാലീസും ഒക്കെ പാടാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ വന്നിരിക്കും. ബാബ പറയണം, ആൾക്കാർ ഇതൊന്നും അങ്ങനെ ഇത് മനസ്സിലാക്കില്ല. ഇത് പരിശ്രമമൊക്കെ ഉണ്ട്. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലത്തെ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और धारणेക്കുള്ള പ്രധാന കാര്യങ്ങൾ. संपूर्ण बनने के लिए याद की यात्रा से अपने विकर्मों का बोझ उतारना ही अच्छे मैनेज धारण. സമ്പൂർണമാകുന്നതിനെ ഓർമ്മയുടെ യാത്രയിലൂടെ തന്റെ വികർമ്മങ്ങളുടെ ഭാരം ഇല്ലാതെ നല്ല മാനേഴ്സ് പെരുമാറ്റം ധാരണ ചെയ്യും. ഫസീലത്ത് സെ വ്യവഹാർ കർണായി. സഭ്യതയോടുകൂടിയായിരിക്കണം നമ്മുടെ വ്യവഹാരം. ബഹുത് കം ബോൽ. കുറച്ച് സംസാരിക്കാൻ പഠിക്കും. കിസി ബി ബാത്ത് മേ സംശയബുദ്ധി നഹി ബൻ. ഒരു കാര്യത്തിൽ നമ്മൾ സംശയബുദ്ധിയാകും. ഭാരതക്കോ സ്വർഗ ബനാനേക്ക് സേവാമേ അപ്പന സബ് കുച്ച് സഫൽ കർ. ഈ ഭാരതത്തെ സ്വർഗമാക്കാനുള്ള സേവനത്തിൽ തന്റെ സർവസ്വവും സഫലമാക്കും. ശിവബാബ പർ പൂര ബലി ചടങ്ങ്. ശിവബാബയിൽ നമ്മൾ പൂർണ്ണമായും നമ്മൾ ബലി ആകും. ഇന്നത്തെ വരദാനം. സർവ ഖജാനോं को विधि पूर्वक जमा कर संपूर्णता की सिद्धि प्राप्त करने वाले सिद्धि स्वरूप. സർവ ഖജനാവുകളും വിധിപൂർവം സമ്പാദിക്കുന്ന സമ്പൂർണതയുടെ സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി. സർവ ഖജനാവുകളും വിധിപൂർവം ശേഖരിക്കുന്ന സമ്പൂർണതയുടെ സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കും. വിശദീകരണം. त्रैषठ जन्म सभी खजाने व्यर्थ गंवाए. अब संगम युग पर सर्व खजानों को यथार्थ विधि पूर्वक जमा करो. जमा करने की विधि है. जो भी खजाने है उन्हें स्वप्रति और അവരും के प्रति शुभ वृत्ति से कार्य. 63 ജന്മങ്ങളിലെ സകല ഖജനാവുകളും നശിപ്പിച്ചു. ഖജനാവ് വെച്ചാൽ ഒന്ന് ശരീരം, അതൊരു ശക്തിയാണ്. ശരീരശക്തി, മനഃശക്തി, അതായത് സങ്കല്പശക്തി, ധനശക്തി, പിന്നെ സമയം. 63 ജന്മം ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇനി സംഗമയുഗത്തിൽ സർവ ഖജനാവുകളും യഥാർത്ഥ വിധിപൂർവമായി സമ്പാദിക്കാനുള്ള വിധി എന്താണ്? എന്ത് ഖജനാവുകളാണോ ഉള്ളത് അത് തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശുഭവൃത്തിയിലൂടെ കാര്യത്തിൽ ഉപയോഗിക്കുക. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശുഭവൃത്തിയിലൂടെ നന്നാകും അതിനു വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ അത് ഉപയോഗിക്കുക. സിർഫ് ബുദ്ധിക്ക് ലോക്കർമേ ജമാ നഹി കരോ ലേക്കിൻ ഖജാനോं को कार्य में लगाओ. കേവലം ബുദ്ധിയുടെ ലോക്കറിൽ കൂട്ടിവെച്ചാൽ പോരാ, അത് ഖജനാവുകളെ കാര്യത്തിൽ ഉപയോഗിക്കണം. उन्हें स्वयं प्रति भी यूज करो नहीं तो लूज हो जाएंगे. इसलिए यथार्थ विधि से जमा.
സമ്പൂർണതാക്കി സിദ്ധി പ്രാപ്തകർ സിദ്ധി സ്വരൂപഞ്ചായി. ബാബ പറയണു അത് സ്വയം പ്രതി ഉപയോഗിക്കും, തനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ലൂസായി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് യഥാർത്ഥ വിധിയിലൂടെ സമ്പാദിക്കും, അപ്പോൾ സമ്പൂർണതയുടെ സിദ്ധി പ്രാപ്തമായി സിദ്ധി സ്വരൂപരായി. വലിയൊരു പോയിന്റാണ്. ബാബ ഈ മുരളിൽ മുഴുവൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ സംശയബുദ്ധിയുള്ളവരാകും. ഇത് അടിസ്ഥാനപരമായ അറിവാണ്, ഉയർന്ന ജ്ഞാനമാണ്, ഭാരതത്തെയും ലോകത്തെയും സ്വർഗമാക്കുന്ന അറിവാണ്, ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന അറിവാണിത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇത് ആര് തരുന്ന അറിവാണ്, എന്തിനാണ് തരുന്നത്, ഈ അറിവിന്റെ മൂല്യം എന്താണ്? ഇനി നമ്മളായിട്ടുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും ആയിട്ടുമില്ല. ബാബ പറഞ്ഞില്ലേ കുരങ്ങന്മാരെ പോലെയാണ് ഇപ്പോഴും. അതൊക്കെ അങ്ങനെ കിടക്കട്ടെ. ബാബ എനിക്ക് കിട്ടിയത് കുരങ്ങൻ സൈന്യത്തെ, അതൊക്കെ എനിക്കറിയാം. അപ്പൊ ബാബ പറയാണ് ഇതെങ്ങനെയാണ് ഇത് വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്? ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം, മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണം. അതിൽ കുറച്ച് കാര്യങ്ങൾ മതി. ഡ്രാമയിൽ പാർട്ടുണ്ടെങ്കിൽ അവർ ബ്രാഹ്മണരാവും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോളും. അതെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമുക്ക് അതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റേ അല്ല. ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ബാബ പറയണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകൾ, അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചില പ്രാപ്തികൾ, ശക്തികൾ നമ്മൾ നമ്മുടെ ആത്മോന്നതിക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മോന്നതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് വർദ്ധിച്ചു. അത് പതുക്കെ പതുക്കെ വർദ്ധിച്ച് നമ്മൾ സമ്പൂർണ്ണതയിലേക്ക് എത്തും. നമ്മൾ സിദ്ധിസ്വരൂപരായി മാറും. ഒരു ദിവസം കൊണ്ട് ആരും സമ്പൂർണ്ണമാകില്ല. അതിനെ ബാബറിനെ സംശയബുദ്ധി ആകരുത്, നിശ്ചയബുദ്ധിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ശ്ലോകൻ പരമാത്മ പ്യാർക്ക അനുഭവ ഹേത്തു കൊയ്ബി രുക്കാവട്ട് രോക്കനെ ഹിംസ. പരമാത്മ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു തടസ്സത്തിന് നമ്മളെ തടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഈശ്വര സ്നേഹത്തിന്റെ ഒരു തുള്ളിയെങ്കിലും നമ്മൾ അനുഭവിച്ചെങ്കിൽ ബാബ പറയാണ് ആർക്കും നമ്മളെ തടുക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, നല്ല ശുദ്ധമായ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ശ്രീമത്തിലൂടെ ഈ നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ച് ഈ ഭാരതത്തെയും ലോകത്തെയും നമ്മൾ സ്വർഗമാക്കി മാറ്റും. ആ സേവയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും സൗഭാഗ്യശാലികളായ കുട്ടികളാണ് ജ്ഞാനം മനസ്സിലാക്കി അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളത്. നമ്മുടെ സേവ വീട് വീടാന്തരം സ്വർഗമാക്കും. നമ്മൾ ചെയ്യേണ്ടത് ബാബയുടെ ജ്ഞാനം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്. ബാബ പറയുന്നു കഴിഞ്ഞ കൽപ്പത്തിലും ഞാൻ വന്നപ്പോൾ ലോകത്തിന്റെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. ബാഹ്യലോകം വളരെ ആർഭാടമായിരുന്നു, പക്ഷെ അത് മൃഗതൃഷ്ണയ്ക്ക് സമാനമാണ്. ബാബയുടെ കുട്ടികൾ കുറച്ച് ശക്തിഹീനരാണ്, കുരങ്ങന്മാരെ പോലെയാണ്. ഈ വാനര സൈന്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പുരാണങ്ങളുടെയും വേദശാസ്ത്രങ്ങളും പഠിച്ചവരുടെ ജാടകൾ അവിടെയുണ്ട്. വിമാനത്തിൽ പോകുന്നവരും വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നവരും പണമുള്ളവരും കഴിവുള്ളവരും അറിവുള്ളവരൊക്കെ അപ്പുറത്തുണ്ട്. അവരവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ലോകം ബാബ പറഞ്ഞു അത് നശിക്കാൻ പോകാണ്. അത് ബാഹ്യമായ ജാട മാത്രമുള്ള പൊള്ളയായ ഒരു ലോകമാണ്. അതിന് തീപിടിക്കും, കത്തുപിടിക്കും. ബാബ പറയണു സത്യം ജയിക്കും. അതായത് ബാബയുടെ ഈ സത്യം, ബാബയുടെ കൂടെയുള്ള കുട്ടികൾ ജയിക്കും. നമ്മൾ ഒരിക്കലും സംശയബുദ്ധിയാകാതെ നിരന്തരം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാബ പ്രവർത്തിക്കാണ്ട് ഒരിക്കലും ഇത് വലുതാകില്ല. വലുതാകും തോറും ബാബ പറയാണ് പ്രശ്നങ്ങൾ കൂടി വരും, കൊടുങ്കാറ്റുകൾ വീശും, അതൊക്കെ ഉണ്ടാകും. ബാബ അതൊന്നും നമ്മൾ നോക്കരുത്. ഒരൊറ്റ ലക്ഷ്യം വയ്ക്കുക. ബാബ എത്ര ജന്മങ്ങളിൽ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും മരിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗം വരാൻ പോകാണ്. ആ സ്വർഗം വരും. അതിന് കഴിവുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അത് കൽപ്പകൽപ്പങ്ങൾ ചെയ്ത കാര്യമാണ്. ഇത് ഏറ്റവും വലിയ മഹത്തായ കാര്യമായതുകൊണ്ട് പല രീതിയിൽ പല പുരാണങ്ങൾ, രാമായണോ മഹാഭാരത ശിവപുരാണമോ എന്ത് പുരാണമോ ആയിക്കോട്ടെ, ലക്ഷ്മിനാരായണ കഥയോ എന്ത് കഥയാണെങ്കിലും ബാബ പറഞ്ഞു അത് ഈ മഹത്തായ കാര്യം. അതായത് ലോകത്തിൽ സകലർക്കും മുക്തിയും ജീവൻ മുക്തിയും കൊടുത്ത ഈശ്വരനും ബ്രാഹ്മണ ആത്മാക്കളും ചേർന്നുള്ള ഒരു കാര്യമാണ്. അതിന്റെ ലഹരി, അതിന്റെ അഹങ്കാരം, ശുദ്ധ അഹങ്കാരം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ശുദ്ധ അഹങ്കാരം വെച്ച് നമ്മളത് കർമ്മശേഷിയായി കൊണ്ടുവരണം. അത് വരദാനത്തിൽ ബാബ പറഞ്ഞു അതാരും തോൽപ്പിക്കാനൊന്നുമല്ല, പകരം ശുഭവൃത്തിയിലൂടെ ലോകനന്മയ്ക്ക് വേണ്ടി ഇത് ബുദ്ധിയുടെ ലോക്കറിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മളത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. വിജയം ആത്യന്തികമായിട്ട് നമുക്ക് തന്നെ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. ബാബ പറഞ്ഞ കുട്ടികളെ അത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അല്ലെ? ആ പരമാത്മ സ്നേഹത്തിന്റെ ഒരു അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ ബാബ പറയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കണ്ടാലും കാണിച്ചാലും നമ്മൾ നമ്മുടെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുക. പിന്നെ ഈ സമ്പൂർണത എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു സാധനമല്ല. 63 ജന്മങ്ങളിലെ വികർമ്മങ്ങളുടെ ഭാരം, അതിൽ നിന്നുണ്ടായ ധാരാളം മോശമായ സ്വഭാവ രീതികൾ, അതൊക്കെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. അത് നിരന്തരമായൊരു പ്രോസസ്സാണ്. അതിൽ ഏർപ്പെടുക. അതിൽ കയറ്റിറക്കങ്ങളും ഉണ്ടാകും. ഒറ്റയടിക്കൊന്നും ഒരാളുടെ നേരെ ചൊവ്വേ നന്നാവുകയില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു യുദ്ധക്കളമാണ്. വേറെ യുദ്ധക്കളമൊന്നുമില്ല. വേറെ രഥവും വേറെ കുതിരയും ഇല്ല. ബ്രഹ്മാവിന്റെ രഥത്തിൽ വന്ന് യാതൊരുവിധ ജാടയും ഇല്ലാണ്ട് ഒരു ഗുപ്ത സൈന്യത്തെ ഉപയോഗിച്ച് ദൈവം ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളും കൂടി പെട്ടു എന്നുള്ളൊരു സന്തോഷവും ലഹരിയും ശുദ്ധ അഭിമാനവും അഹങ്കാരവും ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ സമ്പൂർണ്ണതയിൽ എത്തിക്കൊള്ളും. അതിൽ സംശയബുദ്ധി ആകേണ്ട കാര്യമില്ല, കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ യാതൊന്നും നോക്കേണ്ടയും കാര്യമില്ല.
ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബു. तुमको निहारने